എത്തി. ഇതായിരുന്നു സ്റ്റേഷൻ. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. നല്ല നടക്കുകയാണ്. ലുക്ക് അറ്റ് ദ റോഡ്സ്, നല്ല ക്ലീൻ അല്ലേ. ഞങ്ങൾ നിൽക്കുന്നത് കിഷ്നൗലാണ്. ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മോൾഡോവ. അവിടെ പോലും ഇത്ര ക്ലീൻ റോഡ്സോ ഇത്ര നൈസ് ആയിട്ട് വെച്ചിട്ടുള്ള മരങ്ങൾ, ഡസ്റ്റ്ബിന്ന്, അതും ഡസ്റ്റ്ബിൻസ് സെഗ്രിഗേറ്റഡ് ഓരോന്നോരോന്നിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മേ ബി ഐ ഫീൽ ഇതൊരു ബോർഡറാണ്, റൊമേനിയൻ ബോർഡർ, പക്കാ ബോർഡറിലാണ് യൂങ്കിരി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. നല്ല നല്ല ക്ലീൻ, വെരി നൈസ്, ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോവുമായിരുന്നു ഫുട്പാത്തിൽ കൂടെ. അപ്പോഴാണ് ബസ് സ്റ്റോപ്പ് കണ്ടത്. ബസ് സ്റ്റോപ്പ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം കിഷ്നൗ. കിഷ്നൗവിൽ തന്നെ ഇത്ര സെറ്റപ്പുള്ള ബസ് സ്റ്റോപ്പൊന്നും അല്ല. ഇതുണ്ട്, നല്ല രസമുണ്ട്. ആൻഡ് ഇവിടേക്ക് എഴുതി വെച്ചിട്ടുള്ളത് മനസ്സിലായത് ഇതെല്ലാം ഒരു ഇൻഫ്ലുവൻസ്ഡ് ഫ്രം റൊമേനിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലൈക്ക് ഇത് ബോർഡറാണ് റൊമേനിയൻ്റെ. സോ അതുകൊണ്ട് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ആ രാജ്യത്തിൻ്റെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചു. അപ്പം ഞാൻ വാങ്ങിയത് പാൻ കേക്ക് വിത്ത് ചിക്കൻ, മഷ്റൂം വിത്ത് സാലഡ്. കഴിച്ചു നോക്കിയിട്ടില്ല. പിന്നെ അവൾ വാങ്ങിയത് ഒരു സൂപ്പാണ്, ചിക്കൻ്റെ സൂപ്പ്, ചിക്കൻ ബ്രസ്റ്റ് സൂപ്പാണ്. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു സീസർ സാലഡ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ തന്നെ ഇങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത സ്ഥലം എവിടെയാണ് ഇനി പോകേണ്ടത്, ഇവിടെ നോക്കേണ്ടത്, ഇങ്ങനെ നോക്കിയപ്പം ഒരു സ്ഥലം കണ്ടു, ഫ്രണ്ട്ലി ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ആ പൂച്ച ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പോവാണ്. പാർക്കിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പാർക്കെത്തി. ഇവിടെ ആക്ച്വലി ഒരു മ്യൂസിയം ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ മ്യൂസിയം സാറ്റർഡേ സൺഡേ ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് കയറാൻ പറ്റില്ല. നമ്മൾ കുറച്ച് പാർക്കൊക്കെ ഒന്ന് കണ്ട് പിന്നെ വേറെ ഇവിടെ ഒരു ഈഫൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. അറിയില്ല അവിടേക്ക് എത്തുമെന്ന്, കാരണം നല്ല ദൂരം ഉണ്ട്. അത് നടന്നൊക്കെ എന്തായാലും കാണാം. അതൊക്കെ പപ്പീസ് കണ്ടോ, നല്ല രസമല്ലേ. ഇവിടെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, പലതരം റോസസ് ഒക്കെ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഇതാണ് മ്യൂസിയം. പക്ഷേ സാറ്റർഡേ സൺഡേ ക്ലോസ് ആണ്, അതുകൊണ്ട് നമുക്കിതിൽ കയറാൻ പറ്റില്ല. ഇന്ന് ഹോളിഡേ ആയിരുന്നു. ആക്ച്വലി ഇവിടെ കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളൊന്ന് സംസാരിച്ചപ്പം അവർ സമ്മതിച്ചു. പക്ഷേ ഉള്ളിൽ വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് നമ്മളൊന്നും എടുത്തിട്ടില്ല. അവിടെയാണ് ആക്ച്വലി മ്യൂസിയം. ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട്. ഈ പാർക്ക് വെരി സിമിലർ ടു കിഷ്നൗത്തെ സെൻട്രൽ പാർക്ക് പോലെ തന്നെ. ഇവിടുത്തെ പേരും അങ്ങനെ തന്നെ, സെൻട്രൽ പാർക്ക്, സെൻട്രൽ മിക്കു. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല. ഇത് എന്ത് പറയുക, നല്ല രസമുണ്ട്, മരങ്ങളൊക്കെ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ പാർക്കിലും വലിയ വലിയ മരങ്ങളാണ്. ലൈക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബുഷോ അങ്ങനത്തെ ഫ്ലവർ പ്ലാന്റ്സ് ഒക്കെ കണ്ടതാണ്.
കാണിക്കാം. ഇത് ആക്ച്വലി കൃഷ്ണാവില് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല ഉണ്ടോന്ന്. ഇത് ചെസ് ബോർഡ് പോലെ ഉണ്ട്. ഇതിൽ 3 എണ്ണത്തിലുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ ചെസ് പീസ് കൊണ്ടുവരണം, എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കളിക്കാം ചെസ്. ഇത് എന്തോ ലൈക്ക് ഇങ്ങനെ സെലിബ്രേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത് നല്ല നൈസ് സെറ്റപ്പ്. ഇരിക്കാനൊക്കെ പറ്റും ഇവിടെ. നേരത്തെ ഞാൻ ആക്ച്വലി പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഈഫൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് എന്ന്. ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അതെന്ന് പറയുന്നത് കറക്റ്റ് ബോർഡറാണ്. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് കിടന്നാൽ റൊമേനിയനും ഇപ്പുറത്ത് മോൾഡോവ. അപ്പോൾ ആ ബ്രിഡ്ജ് ഇപ്പോഴും യൂസിങ് ആണ്. അത് ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന ബ്രിഡ്ജാണ്. അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ആക്ച്വലി. പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഒന്നാമത് ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടി നമുക്കങ്ങനെ റൊമേനിയയ്ക്ക് പോകാനുള്ള ഒരു പെർമിഷനോ അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ, വിസയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബോർഡറിലോട്ട് പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഇവിടെ അധികം അത്രയും കുറേ സ്ഥലങ്ങളൊന്നുമില്ല. കുറേ കുട്ടി പാർക്കുകൾ, പിന്നെ പറയാനാണെങ്കിൽ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. വിചാരിച്ചതിനേക്കാൾ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. അതൊന്നും അല്ലാതെ വേറെ അധികം ഒന്നും കാണാനൊന്നുമില്ല. യൂറോപ്പ് മീൻസ് റൊമേനിയൻ്റെ ഒരു നല്ല വൈബും തുടക്കത്തിൽ നമുക്ക് കിട്ടിയായിരുന്നു. എനിക്ക് ഓൾറെഡി അവിടെ ഇങ്ങനെ പല ബോർഡിലും ഉണ്ട് ലൈക്ക് റൊമേനിയൻ ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നുള്ളത്. പക്ഷേ ഭയങ്കര കാമാണ് ഇവിടെ. ഇപ്പോൾ പൊതുവേ നമ്മൾ കൃഷ്ണാവിലാണെങ്കിൽ ഈ സാറ്റർഡേയ്സ് ഒക്കെ പാർക്കാണെങ്കിലും സ്ട്രീറ്റ്സിലാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, തിരക്ക്, അങ്ങനെ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ശബ്ദം എന്താ അതിൻ്റെ അടിയിൽ അത് കൊതുക്. ഇപ്പോൾ നമ്മൾ കുറേ നടന്ന് ക്ഷീണിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഉച്ചയായി. അപ്പം അതുകൊണ്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി, എനിക്ക് തോന്നുന്നു വീട്ടിലുള്ളപ്പോൾ പോലും ഇത്ര കൃത്യനിഷ്ഠമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. നല്ല ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ഫുഡ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ വന്ന ഫുഡ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു. ചപ്പും ചോറൊക്കെയാണ്. ഞാൻ ബർഗറാണ് ഓർഡർ ആക്കിയേക്കുന്നത്. ഒരു ചെറിയ സ്മോൾ ബർഗർ വിത്ത് ക്യാപിച്ചിനോ. പിന്നെ ഇത് ഹോട്ട് ഡോഗാണ്. ഇതെന്താ ചിക്കൻ ക്രിസ്പി റൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു ബൗള് പോലെ, പിന്നെ ഒരു പെപ്സി മേടിച്ചു. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി നിങ്ങൾ വിചാരിക്കും ഇത്ര കൂടുതലുമാണ്. ഒരു ചെറിയ സാധനം കൂടിയുള്ളൂ. നല്ല വിശപ്പുണ്ട്, കാരണം നമ്മൾ കൂടുതൽ നടക്കുകയാണ് ചെയ്തത്. ഒരു ഡെസ്റ്റിനേഷനിലെത്താൻ നമ്മൾ ടാക്സി എടുത്തു, കാരണം അത് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ നടന്ന് കാലൊക്കെ വേനിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് താങ്ക് ഗോഡ് വലിയ ചൂടില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല വിൻഡും. എനിക്കറിയില്ല പറയുന്നത് കേൾക്കുന്നുണ്ടോ, കാരണം നല്ല പാട്ടിൻ്റെ ഇതുണ്ട്. സൂപ്പർ എന്താ പറയാ, ഒരു ആംബിയൻസ് ഉള്ള നല്ലൊരു കടയാണ്. ഈ കട നല്ല സോ മെനി ഡിഫറെന്റ് ഓപ്ഷൻസ് ഓഫ് ഫുഡ്. ഈവൻ നമ്മുടെ കൃഷ്ണാവിൽ പോലും ഇത്ര ഓപ്ഷൻസ് ഇല്ല. നമ്മൾ നേരത്തെ കൃഷ്ണാവിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഉങ്കിനിയിലും ഇങ്ങനൊരു സ്റ്റീം എൻജിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഉങ്കിനിയിലുള്ള പരിപാടികളൊക്കെ തീർന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ട്രെയിൻ യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പ്രിൻ്റ് എടുക്കും. അപ്പം ഉങ്കിനിയിൽ നിന്ന് കൃഷ്ണാവിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ ടിക്കറ്റൊക്കെ പ്രിൻ്റൊക്കെ അടിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. ഇതാണ് ടിക്കറ്റ് എടുത്തു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ 7:30 ആയി. നമ്മൾ പറഞ്ഞ ട്രെയിൻ വന്നു. അപ്പോൾ നമ്മളിനി തിരിച്ച് കൃഷ്ണാവിലോട്ട്
വർഷമായി, ദാറ്റ് ഈസ് മോൾഡോവയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. അത് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ പല പല ഡിസ്ട്രിക്റ്റുകളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു ഡിസ്ട്രിക്റ്റ് ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര നല്ലതാണ്. പ്ലസ് ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. കാരണം ഞങ്ങൾ കിഷ്നൗൽ, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ പ്ലേസ് ഓഫ് മോൾഡോവ, അതിൽ അവിടുത്തെ ആൾക്കാർ പോലും ബെയർലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. ആൻഡ് യങ്സ്റ്റേഴ്സാണ് കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ, ഏത് കടയിൽ പോയാലും ഈവൻ വഴിയിൽ നമ്മൾ എവിടെയോ ഒരു ലൊക്കേഷൻ അറിയാനായിട്ട് ചോദിച്ചിട്ട് പോലും അവർ ഇംഗ്ലീഷിലാണ്. പക്ഷെ ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് റൊമേനിയ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ, കാരണം ഒരു ഉൾപ്രദേശമല്ലേ. അപ്പം ഞങ്ങളാണെങ്കിൽ റൊമേനിയയിൽ സംസാരിക്കാനും ശ്രമിക്കുന്നു, അവരാണെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അതൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയ കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഒരു വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണിത്. കാരണം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഭയങ്കര കാം, ആൾക്കാരും നല്ലതാണ്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. കിഷ്നൗലുള്ളപ്പം നമ്മൾ ഒരുവിധം എല്ലായിടത്തും റൊമേനിയൻ തന്നെയാണ് സംസാരിക്കുക, കാരണം അവർക്കതാണ് കംഫർട്ടബിൾ, അവർക്കതേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമുക്കതിനൊരു അപ്രിസിയേഷനോ അങ്ങനെയൊന്നും കിട്ടാറില്ല, ഭയങ്കര ഒരു നോർമലായ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു റൊമേനിയൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, അവർക്ക് അത് കേൾക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർ ഒരു പ്രത്യേക സന്തോഷമാണ്, അത് നമ്മൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര നല്ലതാണ്, ഭയങ്കര താങ്ക്ഫുള്ളും. എന്നുവെച്ചാൽ മൊത്തത്തിൽ നമ്മളെ ഒരു അൺകംഫർട്ടബിൾ ആക്കാതെ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ അവർക്ക് അറിയാം. നമ്മളോട് തന്നെ പറയുമോ, നിങ്ങൾ മെഡിസിൻ ഇവിടെ മെഡിസിനാണ്, മെഡിസിൻ പഠിക്കുന്ന കുട്ടികളാണല്ലേ, കിഷ്നൗവിലെ നന്നായിട്ട് റൊമേനിയൻ സംസാരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മളത്ര നന്നായിട്ടൊന്നും അല്ല, ഇവിടുത്തെ ആൾക്കാരെ പോലെ നല്ല സംസാരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ എന്ന് പറയുമ്പം റൊമേനിയൻ ബോർഡറും കൂടെ ആയപ്പം ഇവർക്ക് നല്ല ലൈക്ക് കറക്റ്റ് റൊമേനിയൻ ലാംഗ്വേജ് ആണ്. പക്ഷെ കിഷ്നൗലോട്ട് എന്ന് പറയുമ്പോൾ മോൾഡോവനെസ്ക് എന്ന് പറയും, ഈവൻ ദോ ഇറ്റ് ഇസ് റൊമേനിയൻ ലാംഗ്വേജ്, അത് കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ്, ഒരു ചെറിയ ലൈക്ക് സ്ലാങ് വ്യത്യാസം എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പോൾ മോൾഡോവനെസ്ക് ആണ്, എന്നിട്ട് പോലും അവർ നമ്മുടെ ലാംഗ്വേജിനെ, ദാറ്റ് ഈസ് നമ്മുടെ സ്പീക്കിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമാണ്. തിരിച്ചു പോകുന്ന സമയത്ത് കണ്ട കുറച്ച് സ്ഥലങ്ങളാണിത്. ഈ സൺസെറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇങ്ങനെ തിളങ്ങി നിൽക്കുകയായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.